മുത്തച്ഛ, ഈ പ്രാവശ്യം വിഷുവിന് എന്താ പരിപാടി? അതല്ല, വിഷുവായിട്ട് പടക്കം വാങ്ങണ്ട. ഈ വരുന്ന ഏപ്രിൽ 3-ന് ചേലക്കര തോന്നൂർക്കരയിൽ റോയൽ ഗ്രൂപ്പിന്റെ ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആവുന്നുണ്ട്. ഈ പ്രാവശ്യം വിഷുവിന് നമ്മൾക്ക് അവിടെ നിന്നും ആവാം. ചെറുതുരുത്തി കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൊങ്കാല സമർപ്പണം നടന്നത്. കടുത്ത ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ട് നൂറുകണക്കിന് ഭക്തരാണ് പൊങ്കാല സമർപ്പിക്കാനായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ചെറുതുരുത്തി കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ എല്ലാ വർഷവും മീനമാസത്തിലെ അവസാന ഞായറാഴ്ച നടക്കുന്ന പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിൽ രാവിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം 7 മണിയോടെയാണ് പൊങ്കാല സമർപ്പണം ആരംഭിച്ചത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിപ്പാട് പൊങ്കാല സമർപ്പണ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി നാരായണൻ എമ്പ്രാന്തിരി ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകർന്നതോടെ നൂറുകണക്കിന് ഭക്തർ ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചു. പൊങ്കാലയോടനുബന്ധിച്ച് കലാനിലയം ഉണ്ണികൃഷ്ണനും 50ഓളം ശിഷ്യരും ചേർന്ന് നടത്തിയ അതിഗംഭീര മേളവും ക്ഷേത്രത്തിൽ അരങ്ങേറി. പൊങ്കാല മഹോത്സവത്തിന് ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴി നാരായണൻ നമ്പൂതിരി നേതൃത്വം നൽകി. നൂറുകണക്കിന് ഭക്തരാണ് പൊങ്കാല സമർപ്പണത്തിനും ചടങ്ങുകൾക്കും സാക്ഷ്യം വഹിക്കാനായി എത്തിച്ചേർന്നത്. കടുത്ത വെയിലായതിനാൽ നിർജ്ജലീകരണം തടയുന്നതിന് ആവശ്യമായ വെള്ളവും മറ്റു സൗകര്യങ്ങളും ലഘുഭക്ഷണങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. കുടുംബത്തിന്റെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കായാണ് ഭക്തർ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നത്. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി. മുത്തച്ഛ, ഈ പ്രാവശ്യം വിഷുവിന് എന്താ പരിപാടി? അതല്ല, വിഷുവായിട്ട് പടക്കം വാങ്ങണ്ട. ഈ വരുന്ന ഏപ്രിൽ 3-ന് ചേലക്കര തോന്നൂർക്കരയിൽ റോയൽ ഗ്രൂപ്പിന്റെ ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആവുന്നുണ്ട്. ഈ പ്രാവശ്യം വിഷുവിന് നമ്മൾക്ക് അവിടെ നിന്നും ആവാം. അപ്പൊ ഈ പ്രാവശ്യം വിഷു അടിപൊളിയല്ലേ?